ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി സൺഡേ ടു ഈച്ച് ആൻഡ് എവരി വൺ. ഇന്ന് നമ്മളൊരു യാത്ര പുറപ്പെട്ടേക്കുകയാണ്. കൊല്ലം മാത്രമാണ്, കൊല്ലം ജില്ലയ്ക്കുള്ളിലാണ്. നമ്മുടെ വീട് ഉമയനെല്ലൂരിൽ നിന്നാണ്. ഉമയനെല്ലൂരിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് കൊല്ലത്തേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഹൈവേ അവിടെ എല്ലാം പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു മേവറമൊക്കെ എത്തിയിട്ടുണ്ട്. സിഗ്നലുണ്ടോ മേവറത്തിൻ്റെ അവിടെ? ഇവിടെ കൊല്ലംകാർക്കെല്ലാം അറിയായിരിക്കും, അവിടെ ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വർക്കുകൾ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, പ്രോപ്പർ മേവറം ജംഗ്ഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ സ്ഥലങ്ങളൊന്നും കണ്ടാൽ തന്നെ ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. നമ്മളപ്പോൾ അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ NS ഹോസ്പിറ്റലിൽ മെഡിസിറ്റി ആ റൂട്ടുണ്ടല്ലോ, അതുവഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. റോഡിൽ ഫുള്ളും പണി നടക്കുകയാണ്. ഫുള്ളും ഒരു സൈഡ് ഇങ്ങനെ ഒതുങ്ങിയാണ് പോണത്, കണ്ടോ. അപ്പോൾ നമ്മൾ കൊല്ലത്തോട്ടാണ് പോണത്. NS ഹോസ്പിറ്റലൊക്കെ കാണാമല്ലോ, കണ്ടോ, ലോങ് വിഷനിൽ കാണാൻ പറ്റുന്നുണ്ട് NS ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പുറത്തൊക്കെ പോകണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ എവിടെയും പോയിട്ടില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് താണ്ടേ ബസ്സൊക്കെ പോകുന്നുണ്ട്, മേവറാഞ്ചലമൂട് ബസ് പോകുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മൾ താണ്ടേ ഇവിടുന്ന് നമ്മൾ അമ്പലമാണ്, പാലത്തറയിലെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോണത്. ഇനി നമ്മൾ നേരെ പോയി കൂനമ്പായിക്കുളം അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പള്ളിമുക്കിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ കൂനമ്പായിക്കുളം അമ്പലം എത്തിയിട്ടുണ്ട്. വേണ്ട കറക്റ്റ് അമ്പലത്തിൻ്റെ ആ കോമ്പൗണ്ടാണ്, മിറ്റമാണ്. ഇപ്പോൾ ഫ്രണ്ട് സൈഡ് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ദൈവമേ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് കറങ്ങി അങ്ങ് പോയെന്നേ ഉള്ളൂ. നേരെ നമുക്ക് പോവായിരുന്നു, ജസ്റ്റ് ഒന്ന് ചുറ്റി. ഇപ്പോൾ യൂനിസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈഡിൽ കൂടെ പള്ളിമുക്ക് മാർക്കറ്റാണിത്. മാർക്കറ്റിനകത്തൂടെ റോഡ് വന്ന് ദാണ്ടെ ഹൈവേയിലോട്ട് ഇറങ്ങി റെസ്റ്റോറൻറ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ ബോർഡൊക്കെ കാണുന്ന കണ്ടില്ലേ. ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ നേരെ അങ്ങ് പോയി ഏകദേശം എനിക്ക് തോന്നുന്നു അപ്പോൾ പോളയത്തോട് മാടനട കഴിഞ്ഞ് പോളയത്തോട് എത്തിയിട്ടുണ്ട്. ആ ഫ്ലാറ്റിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പം നമ്മൾ പോളയത്തോട് കഴിഞ്ഞ് കോളേജ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. സിഗ്നലാണ്, കോളേജ് ജംഗ്ഷനിലെ സിഗ്നലാണിത്. അവിടെ നിന്ന് നേരെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം SN വനിതാ സദനമാണ്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ലക്ഷ്മി ബേക്കറി. ഇപ്പോൾ പ്രോപ്പർ കോളേജ് ജംഗ്ഷൻ, നമ്മുടെ പ്രോപ്പർ കോളേജ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. കൊല്ലംകാർക്കുടെ എല്ലാം നൊസ്റ്റാൾജിയുള്ള, എല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമെന്ന് വേണം പറയാനായിട്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് SN കോളേജ്, പ്രോപ്പർ കോളേജിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിവിടെ പുതിയൊരു പാർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നൈറ്റ് പാർക്ക്. ഈ ഒരു പാലം ഉണ്ടല്ലോ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ടൗൺ ഹാളിൻ്റെ എതിർവശത്തായിട്ട് അവിടെ വന്നതാണ്. പക്ഷേ അവിടെ ദാണ്ട് ഈ റെഡ് ഇതൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ ഭയങ്കര സെമിനാറോ ഫങ്ഷനോ ജാഥയൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് അവിടെ എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പാലത്തിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ ഇനിയുള്ള യാത്ര. കാരണം താഴ്ഭാഗത്ത് ആ പാർക്കിൽ ഇതാണ്ട് ഇവിടെ കാണുന്നതാണ് പാർക്ക്, പക്ഷേ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ എന്തോ ആണ് സമ്മേളനം അങ്ങോട്ട് നടക്കും. പിന്നെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോയി. ഈ ലൊക്കേഷൻ കാണുമ്പോൾ അറിയാമല്ലോ, പാർട്ടി ഓഫീസാണ് വലതുവശത്ത്. ഇപ്പോൾ പാലത്തിലൂടെ കയറി താഴേക്ക് ഇറങ്ങി ഇനി ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡാണിത്, ബീച്ച് റോഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇങ്ങ് കൊല്ലത്തോട്ട് വന്ന് ഹോട്ടൽ നാണിയൊക്കെയാണ് കാണുന്നത്. വലതുവശത്ത് മണിമേട ഉണ്ട്. അപ്പോൾ പ്രോപ്പർ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ തിരക്ക് കുറവായിരുന്നു. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ഫങ്ഷനോ ജാഥയോ എന്തോ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ മുകളിലൂടെ ആ മെയിൻ ഇതിലൂടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ താഴത്തൂടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ക്ലോക്ക് ടവർ, നമ്മുടെ ഏതോ ഒരു സൺഡേ ആയാലും കൊല്ലംകാർക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റാത്തൊരു വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ പ്രോപ്പർ ചിന്നക്കട അവിടെ വന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ജോസ്കോ ജ്വല്ലറിയുടെ ബോർഡൊക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് നേരെ അങ്ങ് ആനന്ദവല്ലീശ്വരം ഭാഗത്തോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ജോസ്കോയുടെ അടുത്ത് പിന്നെ ജെറോം നഗർ, ഇപ്പോൾ ആലുക്കാസ് എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞ് RP മാളായി. പിന്നെ നമ്മുടെ ചർച്ച് എത്തിയിട്ടുണ്ട്. കൊല്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ ലാൻഡ്മാർക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ചർച്ച്. കൊല്ലം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊല്ലത്തെന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ചർച്ചൊക്കെയാണ്. അപ്പോൾ പ്രോപ്പർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, അവിടുന്ന് ഞങ്ങൾ ഇരുമ്പ് പാലത്തിൻ്റെ ഈ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ടോ, ഇത് നമ്മൾ കോളേജ് ജംഗ്ഷൻ തൊട്ട് ഇനിയും അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ. എന്തോ ഒരു ജാഥയാണിത് നടക്കുകയാണ്. സീമാസ് വെഡ്ഡിങ് സെൻറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ വരെയും ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കളക്ട്രേറ്റിൻ്റെ അവിടെ, പ്രോപ്പർ കളക്ട്രേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്.
അപ്പോൾ അനന്തവല്ലീശ്വര അമ്പലം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്നാക്സ് കഴിക്കാൻ, പ്രത്യേകിച്ച് മോദകമൊക്കെ കഴിക്കാൻ എനിക്കും ഇഷ്ടമാണ്, ഈ പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കണ്ട ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇഷ്ടമാണ് കേട്ടോ. മോന് ഉഴുന്നുവടയും വെള്ള ചമ്മന്തിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് തന്നെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ 2 ഫോട്ടോ എടുക്കാമായിരുന്നു കേട്ടോ, ഇവൻ്റെ അതാ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഞാനൊരു മോദകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോദകത്തിൻ്റെ അകത്തെ ഫില്ലിങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നല്ലൊരു സൂപ്പർ ഫില്ലിംഗ് ആണത്. നല്ല ടേസ്റ്റാണ്, നല്ല മാവ് പോലെ ഇരിക്കും. സാധാരണ പിന്നെ അവിടുത്തെ ചായയും നല്ലതാട്ടോ, സൂപ്പർ ചായയും ഈ ഒരു മോദകവും കൂടെയാണ് കഴിച്ചത്. നമ്മൾ അവിടുന്ന് പോയത് കടവൂര് പള്ളിയാണ് കേട്ടോ, കാണുന്ന കടവൂര് പള്ളി, തേവള്ളി. പിന്നെ റാവിസ്, ഹോട്ടൽ റാവിസ് ലീല, അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ കയറി അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. വലിയ വിസിറ്റല്ല, ഒരു എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ അതൊക്കെ ചോദിച്ചു, ഹസ്ബൻഡ് പോയി ചോദിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വന്നത് ഇവിടെയാണ്, ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആണ് അവിടെ, ലേക്കും അങ്ങനത്തെ വ്യൂ ഒക്കെ ഉണ്ട്. ലേക്കൊക്കെ കണ്ട് ഞാൻ ഈ കുട്ടികളും കൂടെ അവിടെയെല്ലാം നടന്നു. ചേട്ടനും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടെയൊക്കെ നടന്ന് നോക്കി. ഈവനിങ് ടൈമിൽ ഒരു 5:30 to 6 o'clock ഒരു ടൈമായിരുന്നു. നല്ല അടിപൊളി ഊഞ്ഞാൽ, അങ്ങനെ കുട്ടികൾക്ക് റെക്രിയേഷനായിട്ടുള്ള കുറേ നല്ല സംഭവങ്ങളുണ്ട്. ഈ ഒരു ലേക്കിൻ്റെ സൈഡിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൊല്ലം ജില്ലക്കാരൊക്കെ പോയിട്ടില്ലാത്ത ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കൊള്ളാവുന്ന അടിപൊളി ഒരു പ്ലേസ് ആണ്. ഇവിടെ ഇതുപോലൊരു പഴയ കാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആസാഡോ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കാറിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ നല്ല ഈ വാട്ടർ ഫ്രണ്ടേജോട് കൂടിയിട്ട് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന പ്ലേസ് ഉണ്ട്, നോക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ ഷെഫ് പിള്ളയുടെ മെയിൻ റെസ്റ്റോറൻറ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് എൻട്രൻസ് വരുന്നത് ഇതുപോലെയാണ്. കൊല്ലം ജില്ലക്കാരിയായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു. ഫ്രണ്ടിലൊക്കെ തന്നെ നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ അവരുടെ, അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ളവർ ഒത്തുള്ള കുറേയേറെ നല്ല ഫോട്ടോകൾ, മോഹൻലാൽ, മഞ്ജു വാര്യർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പല പല മേഖലയിലുള്ള സെലിബ്രിറ്റികളുമായിട്ട് ഒത്തുള്ള ഷെഫ് പിള്ളയുടെ ഒത്തിരി ഫോട്ടോസ് നമ്മളവിടെ കണ്ടിരുന്നു. ഒരുപാട് ഫോട്ടോസ്, ശരിക്കും ഒരു ഗാലറി പോലെ തന്നെ ഒത്തിരി അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഹോട്ടലിനകത്തോട്ട് എൻ്റർ ചെയ്യുവാണ്, നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാഴ്ചകൾ കണ്ടില്ലേ. നമ്മൾ ഇതിന് മുന്നേ റീൽസിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി, കണ്ടിട്ടുള്ളവർ ഒരുപാട് പേര് കാണും. എനിവേ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാൻ സാധിച്ചതിലും ഡയറക്റ്റ് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയതിലും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. അകത്ത് ഉൾഭാഗത്ത് ഇതുപോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡും ഉണ്ട്. ഈ ഒരു ഈദിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുറേയേറെ ഫാമിലീസ് എല്ലാവരും ഗെറ്റ് ടുഗദറായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എല്ലാം നോക്കി. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്കും ഒരു രസമായിരുന്നു, ഓടിക്കളിക്കാനും ഒക്കെ സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
നൂൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നൂൽ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കൊല്ലത്തുള്ള ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കൊല്ലത്തുള്ളൊരു ബ്രാഞ്ചാണ്. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറുമാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതും വരുന്നത്. കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കളക്ട്രേറ്റിൻ്റെ അടുത്ത് ആനന്ദവല്ലീശ്വര അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മെഡിറ്റേഷൻ, യോഗ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു സെൻറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ വ്യൂസും വിഷൻസും ഒക്കെ ഉണ്ട്. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാം. പുറത്ത് ഔട്ട് സൈഡിൽ ലേക്കുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ലേക്കിൻ്റെ ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാട് പേര് മെഡിറ്റേഷൻസ്, യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. തന്നെ ഒരുപാട് സെൻറ്റേഴ്സ് ഒരുപാട് സ്റ്റേറ്റ്സിലും പുറത്തും ഔട്ട് സൈഡും ഒക്കെ ഉള്ള വലിയൊരിതാണ്.